ഹലോ ആൻഡ് വെൽക്കം ടു പിയു സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടല്ല, ഒരു ചെറിയ ഒരു ഐതിഹ്യവും ഒരു ആചാരവും അതിൻ്റെ അനുഷ്ഠാനങ്ങളും എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ്. പഴമക്കാലം മുതൽ നമ്മൾ ആചരിച്ചു വരുന്നതാണ്. പക്ഷേ കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല. വീട്ടിലിപ്പോൾ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ തൃശ്ശൂർ ഭാഗത്തുള്ള ഹിന്ദു സമുദായത്തിലാണ് ഇത് ആഘോഷിക്കാറുള്ളത്. ഇതിനെ പറയാം ഉണ്ണിഗണപതി അല്ലെങ്കിൽ ഗണപതിക്ക് ഇരുത്തുക എന്നാണ്. ഒരു വീട്ടിൽ ഒരു പുതിയതായിട്ട് ഒരു പെൺകുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ചോറൂണ് കഴിഞ്ഞിട്ട് വരണ മീനമാസത്തിലെ പൂരം നാളിലാണ് ഈ ആഘോഷം നടത്തുക. ഇത് ആഘോഷം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ദേവീ സങ്കല്പം കൊടുത്തിട്ട്, പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു ദേവീ സങ്കല്പത്തിൽ കൊടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പൂജകളും നടത്തുകയാണ് വിഘ്നേശ്വരനെ സാക്ഷിയായിട്ട്. അപ്പോൾ അതിലൂടെ ആ കുട്ടിക്ക് എന്താ പറയുക, വീട്ടിലേക്കും സമൂഹത്തിലേക്കും ഒക്കെ എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൂജ നടത്തുന്നത്. അപ്പോൾ പണ്ട് മുതൽ നമ്മൾ പെൺകുട്ടികൾക്ക് നല്ലൊരു സ്ഥാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി എന്ന് പറയുമ്പോൾ പെൺകുട്ടികളായിട്ട് ഇത്ര റിലേറ്റഡും ആണ്. കാരണം ഗണപതിക്ക് ഒരു ഫീമെയിൽ വേർഷനും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതാരും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗണേഷ് എന്ന് പറയുന്നത് ഗണേഷ് എന്ന് പറയുന്നത് നമ്മുടെ വിഘ്നേശ്വരനെയും ഗണേഷിനി അല്ലെങ്കിൽ വിനായകി എന്നറിയപ്പെടുന്ന ഫീമെയിൽ വേർഷനും കൂടിയാണ്. അത് ശരിക്കും പൗർണമി കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ദിവസമാണ് അങ്ങനെ വരുന്നത്. അത് ആചരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവർ അതിനെ എടുക്കാറുള്ളൂ. അപ്പോൾ അതെന്താണ് ഈ ഫീമെയിൽ ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെന്താ അറിയോ? പണ്ട് ഇങ്ങനെ ശിവനും പാർവതിയും കൊണ്ട്, ഇപ്പോൾ ശിവൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ശിവൻ ധ്യാനത്തിലിരിക്കുമ്പോൾ പാർവതി വന്നിട്ട് ഒരു നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ അപ്പോൾ വെറുതെ ഒന്ന് കണ്ണ് പൊത്തി കളിക്കാനായിട്ട് കണ്ണ് പൊത്തും. അപ്പോൾ ശിവൻ്റെ കണ്ണ് പൊത്തിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അന്ധകാരം പകരില്ലേ. അപ്പോൾ എല്ലായിടത്തും അന്ധകാരം വന്നു. ആ സമയത്ത് ഇങ്ങനെ ശിവനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതിയുടെ കയ്യിൽ നിന്ന് ഒരു വിയർപ്പ് തുള്ളി താഴേക്ക് വീണു. അതിൽ നിന്ന് ഒരു ഭയാനകമായ ഒരു കുഞ്ഞ്, അത് വെച്ചാൽ അസുരഭാവത്തോടു കൂടി ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ണടച്ചിരിക്കുന്ന ഇതുകൊണ്ട് തന്നെ ഒരു അന്ധകനായിട്ടാണ്, അന്ധകൻ എന്ന് പറഞ്ഞാൽ അന്ധനായ ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതിന് അന്ധകൻ എന്ന് പേരിട്ടു. അപ്പോൾ പാർവതി പെട്ടെന്ന് പേടിച്ചു. ഇതിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പം ശിവൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും തമ്മിൽ സ്പർശിച്ചപ്പോഴുണ്ടായ കുഞ്ഞാണ്, അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കുഞ്ഞാണ് അന്ധകൻ എന്ന് പറഞ്ഞ് പാർവതീനെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ സമയത്ത് അവിടെ ഹിരണ്യകശിപു കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖത്തിൽ ശിവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്താണ് അന്ധകൻ്റെ ജനനം. അപ്പോൾ അന്ധകനെ ഹിരണ്യകശിപുവിനെ കൊടുത്തു. ഹിരണ്യകശിപു അവനെ വളർത്തി വലുതാക്കി രാജ്യഭാര്യം ഏൽപ്പിച്ചു കൊടുത്തു. രാജാവൊക്കെ ആയി. ആ സമയത്ത് എന്താ പറയുക, ബ്രഹ്മാവിന് തപസ് ചെയ്ത് അദ്ദേഹം കാഴ്ചശക്തി നേടി. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, എന്നെ ആരും കൊല്ലരുത് എന്നുള്ളൊരു വരം കൂടി ചോദിച്ചു. പക്ഷെ അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അത് പറ്റില്ല, കാരണം ദൈവികത്വം നിന്നിലുണ്ടെങ്കിലും നീ ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്ക് ഒരു മരണമുണ്ട്, പക്ഷെ ആ മരണം ശിവൻ്റെ കൈ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ പൈശാചികമായ ഭരണം നടത്തുകയും എല്ലാ ദേവലോകങ്ങളും പിടിച്ചെടുത്തുകയും ദേവന്മാരെ വരെ വിഴുങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സേന. ആ സമയത്താണ് പാർവതീനെ കണ്ടത്. സുന്ദരിയായ പാർവതീനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ സ്ത്രീയെ എൻ്റെ കൂടെ വേണം, അറിയില്ല അമ്മയാണെന്നൊന്നും, പക്ഷെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ശിവനില്ലാത്ത സമയത്ത് അവിടെ ചെന്നിട്ട് പാർവതീനെ ആക്രമിക്കാൻ നോക്കുകയും പിടിച്ചെടുക്കാൻ നോക്കുകയും ചെയ്തു. ആ സമയത്ത് ക്രുദ്ധനായ ശിവൻ കയറി വരും, ശൂലം കൊണ്ട് കുത്തുകയും ചെയ്തു അന്ധകനെ. അപ്പോൾ ആ അന്ധകനെ കുത്തിയ സമയത്ത് ഒരുപാട് രക്തം താഴെ വീഴാൻ തുടങ്ങി. ആ വീഴുന്ന രക്തത്തിൽ നിന്നൊക്കെ ഓരോ അന്ധകന്മാരെ ജന്മം എടുക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ക്ലോൺസ് പോലെ ഒരുപാട് അന്ധകന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പാർവതി ഇങ്ങനെ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ശിവനെ രക്ഷപ്പെടുത്തുക ഈ ഒരു ക്രൈസിസിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് മനസ്സിലായത്, ശരിയാണ്, ഡിവൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഫീമെയിൽ വേർഷനും ഉണ്ട്, ഒരു മെയിൽ വേർഷനും ഉണ്ട്. മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ പവർ എന്നും, ഫീമെയിൽ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മെറ്റീരിയൽ സ്ട്രെങ്ത്, അതായത് ശക്തി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പാർവതി എന്ത് ചെയ്തു, അവിടെയുള്ള എല്ലാവരിൽ നിന്നുമുള്ള ശക്തിനെ വിളിക്കുകയാണ്, സ്ത്രീ പക്ഷത്തെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അങ്ങനെയാണ് ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മണിയും വിഷ്ണുവിൽ നിന്ന് വൈഷ്ണവിയും ഇന്ദ്രനിൽ നിന്ന് ഇന്ദ്രാണിയും വന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വിഘ്നേശ്വരനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗണേശനിൽ നിന്ന് വന്നാണ് ഗണേഷിനി. അതാണ് ഫീമെയിൽ വേർഷൻ ഓഫ് ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്ധകൻ്റെ രക്തം എല്ലാം, താഴെ വീഴുന്ന രക്തം എല്ലാം ഊറ്റി കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വീണ്ടും ജനിക്കുന്നില്ലല്ലോ. അങ്ങനെ അവസാനം ശിവൻ അന്ധകനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. തല വെട്ടി കൊല്ലുമ്പോൾ ആ സമയത്ത് അന്ധകനൊരു ബോധം വരികയും ശിവഭഗവാന് നാമം വിളിക്കുകയും ചെയ്തു മരിക്കുന്ന സമയത്ത്. അപ്പം അദ്ദേഹത്തിന് മോക്ഷം നൽകുകയും തൻ്റെ ഭൂതഗണങ്ങളുടെ രാജാവായിട്ട്, നേതാവായിട്ട് അന്ധകനെ നിയമിക്കുകയും ചെയ്തു. ഇതാണ് അന്ധകൻ്റെ കഥ. അപ്പോൾ അന്ധകൻ്റെ കഥയിൽ നിന്ന് നമുക്ക് ഫീമെയിൽ വേർഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലായില്ലേ. എല്ലാവരുടെയും ഫീമെയിൽ വേർഷൻ എന്ന് പറയുന്ന ശക്തി, അതാണ് ഗണപതിയുടെ ഫീമെയിൽ വേർഷനായ
ഗണേശിനി അല്ലെങ്കിൽ വിനായകി എന്നറിയപ്പെടുന്നത്. ഇതാണ് ഒരു ചെറിയ കഥ. പിന്നെ ഗണപതിയുടെ ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ നമുക്ക് വേറെ ഇനി കേൾക്കാം. അതിൽ 32 രൂപങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കേൾക്കാം. അതിന് മുമ്പ് നമുക്ക് എന്താ പറയുക, ഈ ഒരു ചെറിയ ചടങ്ങ് എൻ്റെ വീട്ടിൽ നടത്തിയത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പം നമുക്ക് അത് കണ്ടിട്ട് വരാം. ഓക്കെ. ഇവരല്ലോ കടകം തീരിയേണ്ടോര്